അമ്പയത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹി എന്നാണ് എല്ലാവരും സ്നേഹം കൊണ്ട് വിളിക്കുക അദ്ദേഹത്തെ. ലോഹിതദാസിൻ്റെ ഓർമ്മ ദിനമാണ്. മലയാളത്തിലെ മികച്ച സിനിമകൾ സംഭാവന ചെയ്യുന്നതിൽ സംവിധാനത്തിലായാലും ശരി തന്നെ, തിരക്കഥയിലായാലും ശരി തന്നെ ഒരു ഗംഭീര മനുഷ്യനായിരുന്നു ലോഹിതദാസ് എന്നാണ് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക. അങ്ങനെയാണ് ചരിത്രവും സിനിമയും കാലവും എല്ലാം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു നെഞ്ചുവേദന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകനെ മലയാളത്തിന് നഷ്ടമാക്കുകയായിരുന്നു. ഈ ദിവസത്തിൽ എങ്ങനെയാണ് ലോഹിതദാസിനെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്? തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ചതുപോലെ മണ്ണിൻ്റെ ഗന്ധമുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു അനശ്വര പ്രതിഭയായിരുന്നു അദ്ദേഹം. തിരക്കഥാകൃത്ത് എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് നിരവധി നല്ല സിനിമകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തുളച്ച് കയറുന്ന വിധത്തിലുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ധനം സിനിമയിൽ പറയുന്നുണ്ട്, പണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആവശ്യത്തിലേറെ ഉള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും പണം വെറും കടലാസ് കഷ്ണങ്ങളാണ് എന്ന് പറയുന്നത്. എത്ര അർത്ഥവത്തായ ഡയലോഗാണ് അതൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ അവസരത്തിൽ നമുക്കറിയാം ഭൂതക്കണ്ണാടി, കന്മദം, നിവേദ്യം, അങ്ങനെ കുറേ സിനിമകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തു. നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി. അദ്ദേഹത്തിൻ്റെ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ നമുക്കത് ഗ്യാരണ്ടി ആയിരുന്നു ആ സിനിമ. അപ്പോൾ അത്രയധികം മനോഹരമായ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ലോഹിതദാസിനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത. എം ഡിക്കും പത്മരാജനും ശേഷം ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും നിത്യജീവിതത്തിൽ കാണുന്ന മനുഷ്യരെ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത തിരക്കഥാകൃത്തായിരുന്നു ലോഹിതദാസ്. ദളിത് സമുദായ അംഗമായ ലോഹിക്ക് അന്ന് സിനിമയിൽ നിലനിന്ന വരേണ്യ പശ്ചാത്തലത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു അധികവും എഴുതേണ്ടി വന്നിരുന്നത്. നമുക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സവർണ മേധാവിത്വം എപ്പോഴും സിനിമകളിലെ കഥാപാത്രങ്ങൾക്കും ഒക്കെ പൊതുവെ അങ്ങനൊരു സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പാർശ്വവൽകൃതരെ തീരെ അവതരിപ്പിക്കാതിരുന്നിട്ടില്ല ലോഹിതദാസ്. അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ സംയുക്ത വർമ്മ അവതരിപ്പിച്ച നായിക കഥാപാത്രം പട്ടികജാതിയിൽപ്പെടുന്ന മണ്ണാൻ സമുദായ അംഗമാണ്. നായികയുടെ ജാതിയെപ്പറ്റി വ്യക്തമായ സിനിമയെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യാനപാലകനിൽ നായകൻ്റെ സഹോദരിയെ പ്രണയിക്കുന്ന കലാഭവൻ മണി അവതരിപ്പിച്ച ജോസ് എന്ന കഥാപാത്രം ദളിത് ക്രൈസ്തവനാണ്. തൻ്റെ തറവാടിത്തം എന്ന ഉച്ചനീചത്വങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിൽ സുധാകരൻ തൻ്റെ കാമുകിയോട് വേവലാതിപ്പെടുന്നുണ്ട്. എന്തു പറയും ഞാൻ അവളോട്? അവൾ സ്നേഹിച്ചതാണ് അവനെ, ഞാനാ അത് തകർത്തത്. സ്വർഗം എന്ന് കരുതി കൊടുത്തത് നരകം. അന്നത് അവൾക്കൊട്ടും ചേരുമെന്നെനിക്ക് തോന്നിയില്ല. കറുത്തവൻ, പണമില്ലാത്തവൻ, അന്യജാതിക്കാരൻ, ഇങ്ങനെ ഒരുത്തനെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാം സ്നേഹം ഒരു ചേർച്ചക്കുറവും നോക്കാറില്ല. നായർ കുടുംബത്തിൻ്റെ തറവാടിത്തം പറഞ്ഞ വാത്സല്യം ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടാതെ പോയ സിനിമയാണ് ചെങ്കോൽ. അച്യുതൻ നായരുടെ കുടുംബത്തിൻ്റെ തകർച്ച അവതരിപ്പിച്ചപ്പോൾ സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകുന്നവനായി അച്യുതൻ നായരെ കാണിച്ചത് പലർക്കും ഇഷ്ടപ്പെടാതെ പോയതിന് കാരണം മറ്റൊന്നല്ല, ജീവിത സംഘർഷങ്ങളിൽ പച്ച മനുഷ്യരായി മാറേണ്ടി വന്ന ലോഹിയുടെ ചെങ്കോലിലെ കഥാപാത്രങ്ങളിൽ ഊതിവീർപ്പിച്ച തറവാട്ട് മഹിമ ഇല്ലായിരുന്നു. അതുപോലെ കന്മദം എന്ന സിനിമ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കന്മദത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം. അത്തരത്തിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സാധാരണക്കാരുടെ അല്ലെങ്കിൽ തീരെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരെ ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. പട്ടിണിയും ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. അരയന്നങ്ങളുടെ വീടെന്ന സിനിമയിലും തറവാടിനുള്ളിലെ പല അന്തചിത്രങ്ങളും ലോഹിതദാസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുട്ടേട്ടൻ എന്ന സിനിമയിൽ മൊത്തം തട്ടിപ്പും വെട്ടുമായി നടക്കുന്ന മകനെപ്പറ്റി സുകുമാരിയുടെ അമ്മ കഥാപാത്രം പറയുന്ന സംഭാഷണം ഇങ്ങനെയാണ്: ഒരില്ലത്ത് ജനിച്ച കുട്ടിയല്ലേ, അതിൻ്റെ ഗുണം കാണാതെ ഇരിക്കുമോ? അതും ഒരു തമ്പുരാട്ടിയുടെ, അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ. അവൾ എത്ര സുന്ദരിയാണെങ്കിലും കുട്ടനൊരു തെറ്റുപറ്റും എന്ന് തോന്നുന്നുണ്ടോ നാരായണ എന്ന് ചോദിക്കുന്നുണ്ട്. കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയെ തൻ്റെ മകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ താമസിപ്പിക്കുന്ന മകനെപ്പറ്റി അമ്മ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ലോഹിതദാസ് അവിടെ ഉദ്ദേശിച്ചത് ഒരു സ്പൂഫ് കാസ്റ്റ് കോമഡി തന്നെയല്ലേ? അതായത് ആധാരം എന്ന സിനിമയിൽ മുരളി അവതരിപ്പിച്ച നായക കഥാപാത്രം സുകുമാരിയുടെ കഥാപാത്രത്തിന് സാരി കൊടുക്കുമ്പോൾ അവർ പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്: നാട്ടിൻപുറത്തുകാരിയായ ഒരു മധ്യവർഗ സ്ത്രീയുടെ ചിന്താഗതി തന്നെയാണ് ആ ഡയലോഗിലുള്ളത്. മേത്തനാണെങ്കിലും അവൻ സ്നേഹമുള്ളവനാണ്. ഓർമ്മയുണ്ടോ അതൊക്കെ? അതോടൊപ്പം തന്നെ കിരീടത്തിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച ഹൈദ്രോസ് എന്ന പേടിത്തൊണ്ടൻ ഗുണ്ട ഒരു കോമഡി കഥാപാത്രമായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ ആ ഹൈദ്രോസിൻ്റെ ഹൃദയവേദനയും ഒരു സംഭാഷണത്തിലൂടെ ലോഹിതദാസ് പ്രേക്ഷക മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹൈദ്രോസ് ഇതെന്ത് കുടിയാ കുടിക്കണത്? വന്നു കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ.
സേതുമാധവൻ അടങ്ങണില്ല, എന്നിട്ടും നെഞ്ചിലെ തീ കത്തുകയാണ്. ഓ ഈശ്വര, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്. ഹൈദ്രോസ്, വിഷമിക്കേണ്ട ആശാനെ, എല്ലാവരുടെയും ഉള്ളിലുമുണ്ടൊരു തീ. എൻ്റെ ഉമ്മ ആരാണെന്നറിയാമോ? കൊല്ലത്ത് ചിന്നക്കടയിലൊരു ലോറി വീവാത്തുമുണ്ട്. ലോറിക്കാർക്കൊക്കെ അറിയാം, ആ ഉമ്മയുടെ മോനാ. കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാണ്. ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉമ്മ. വയസ്സായിട്ടും എന്നെ കാണുമ്പോൾ എല്ലാവരും ഒരു തമാശയാണ്, പക്ഷേ എൻ്റെ ഉള്ളു കാളുകയാണ്. ഇങ്ങനെ ഉള്ളു ഒന്ന് പിടയുമ്പോൾ വെറും മനുഷ്യരായി മാറുന്ന നിരവധി കഥാപാത്രങ്ങളെയാണ് ലോഹിതദാസ് തൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചത്. ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കുറേ കൂടി സാധാരണ ജീവിതങ്ങളെ തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഓരോ കഥാപാത്രവും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. കന്മതം എന്ന സിനിമയിൽ തന്നെ മഞ്ജുവാരുടെ ആ കഥാപാത്രം വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ല. ഏത് സിനിമ എടുത്താലും ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വന്ന തുടരും എന്ന സിനിമയിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ശോഭനയെ കാണാൻ പോയത്. പക്ഷേ ശോഭനയ്ക്ക് വെറും അടുക്കളയിൽ കുറച്ച് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ മുറ്റമടിക്കുന്നതും അല്ലാതെ മറ്റൊരു ഡയലോഗ് പോലും അതിനകത്ത് കൊടുത്തിട്ടില്ല. എമ്പുരാനെടുത്ത് പരിശോധിക്കുക, ഏത് പടമാണെങ്കിലും. അപ്പോൾ ലോഹിതദാസ് നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം, ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ലോഹിതദാസിൻ്റെ കഥാപാത്രങ്ങളിലെ സ്ത്രീയുടെ ശക്തി, അതിപ്പോൾ നിവേദ്യം എടുത്താൽ പോലും, നിവേദ്യം എന്ന് പറയുന്ന സിനിമയിൽ തുല്യമായിട്ടുള്ള ശക്തിയാണ് ആ നായിക കഥാപാത്രത്തിനുള്ളത്. ചക്രമുത്ത് എന്ന സിനിമ അറിയാലോ, ഗംഭീര സിനിമയൊന്നും ആയില്ല, പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായില്ല. കസ്തൂരിമാൻ നമ്മളെ കരയിച്ച സിനിമയാണ്, ഗംഭീര അതിഗംഭീര. സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമ, അതായത് ദിലീപിന്റെ ഒരു വേഷം ചെയ്യുന്ന, ദിലീപാണ് അതിലെ നായകൻ. ആ സിനിമയിൽ വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട തമാശയായിട്ടാണെങ്കിൽ സലീം കുമാർ അവതരിപ്പിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ വേഷമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ കഥകൾ പറയുന്ന ചിത്രങ്ങളാണ് ലോഹിതദാസ് ചെയ്തിട്ടുള്ളത്. ജോക്കർ എന്ന് പറയുന്ന സിനിമ, ജോക്കർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സിനിമ കൂടിയാണത്. ആരണ്യങ്ങളുടെ വീഡിയോ പറഞ്ഞതുപോലെ എന്തിനേറെ ആധാരത്തിൻ്റെ തിരക്കഥ ലോഹിതദാസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അത് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമുക്ക് അതിശയിച്ചു പോവും. അപ്പോൾ അതിലെന്താ പറയുന്ന ഡയലോഗുണ്ട്, തനി നാട്ടും പുറത്തുകാരുടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കൃത്യമായ വിചാരങ്ങളെ എല്ലാത്തിനെയും അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊരു നടന്ന സംഭവത്തിൻ്റെ നടക്കാത്ത പര്യവസാനമാണ് ഈ ചിത്രം എന്നൊക്കെ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരു, മുരളിയാണെങ്കിൽ അതിൽ ഗംഭീരമായിട്ട് അഭിനയിച്ച വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയാണ്. അതിൽ ഒരു മേത്തൻ്റെ കായെന്താ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗുണ്ട്. തനി സാധാരണക്കാരൻ്റെ വിചാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന, ഏറ്റവും സമൂഹത്തിൽ എങ്ങനെയാണോ ഒരു കുടുംബം അനുഭവിക്കുന്ന കഷ്ടതകളും ദയനീയതയൊക്കെ, അത് പണത്തിൻ്റെ അഭാവം കൊണ്ടും ഒക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് വരച്ചു വെച്ച ഒരു സിനിമയൊക്കെ. ഏറ്റവും കൂടുതൽ മുരളിയുടെ അസാമാന്യ പ്രതിഭ പുറത്തെടുത്തത് ലോഹിതദാസ്. ഈ കാരുണ്യം എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മുരളിയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നടന്മാരുടെ ഉള്ളിലുള്ള ഏറ്റവും എക്സ്ട്രീം പുറത്തെടുക്കാൻ ലോഹിതദാസിന് മാത്രമേ കഴിയൂ. അതോടൊപ്പം തന്നെ എത്ര നായികമാരെ നമുക്ക് സംഭാവന ചെയ്തു. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ നിന്നും ആയില്ല, ഈ സിനിമ ഉള്ളിടത്തോളം കാലം, ഈ ലോകമുള്ളിടത്തോളം കാലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.